ഈസി ഓർക്കിഡ്സിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നഫീസ റഹ്മത്തുള്ള. കഴിഞ്ഞ വീഡിയോയിൽ ഡെൻഡ്രോബിയം സീഡ്ലിങ്സിന് നമ്മൾ 3 മാസം വരെ കൊടുക്കേണ്ട, 3 മുതൽ 6 മാസം കഴിഞ്ഞാലാണ് ഫ്ലവർ ചെയ്യുക. അപ്പം അതുവരെ നമ്മൾ മെച്ചൂർഡ് ആവണ വരെ, പ്ലാന്റ്സ് മെച്ചൂർഡ് ആവണ വരെ സീഡ്ലിങ്സിന് ഏതെല്ലാം വളങ്ങൾ കൊടുക്കുന്നുള്ളതായിരുന്നു വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പ്ലാന്റ്സ് എങ്ങനെ മെച്ചൂർഡായി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ചൂടായാൽ എന്തെല്ലാം വളങ്ങൾ നമ്മൾ കൊടുക്കണം, അതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. കഴിഞ്ഞ വീഡിയോയിൽ പലരും സംശയം ചോദിച്ചിരുന്നു, പിന്നെ പ്ലാന്റ്സിന് എല്ലാ ദിവസവും നനക്കണം. തീർച്ചയായും പ്ലാന്റ്സിന് എല്ലാ ദിവസവും നനക്കണം കേട്ടോ. പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്താണ് നനക്കണം. പിന്നെ രാവിലെ നനക്കുക, വൈകിട്ട് 4:30-ക്ക് ശേഷം നമ്മൾ വളങ്ങൾ കൊടുക്കുക. അതായിരിക്കും ഏറ്റവും ഉത്തമം കേട്ടോ. വളങ്ങൾ കൊടുക്കുന്ന ദിവസവും രാവിലെ നനച്ച് വൈകിട്ട് 4:30-ക്ക് ശേഷം നമ്മൾ വളങ്ങൾ കൊടുക്കുക. അപ്പോൾ അതിന് ഏത് വളം കൊടുക്കണമെന്ന് ഞാൻ പറയാം. ആദ്യമായിട്ട് മെച്ചൂർഡ് പ്ലാന്റ്സ് മെച്ചൂർഡായി എന്ന് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവാം. നമ്മൾ സീഡ്ലിംഗ് പ്ലാന്റ്സ് ഇതുപോലെ നല്ലപോലെ ബുഷിയായി വളർന്നിട്ടുണ്ടാകും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ വളങ്ങളെല്ലാം 4 ദിവസം കൂടുമ്പോഴൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ബുഷിയായി നന്നായി വളരും. പിന്നെ അടിയിൽ നിന്ന് നല്ല ഷൂട്ടുകളൊക്കെ വന്നിട്ടുണ്ടാകും. അപ്പോൾ നല്ലപോലെ ഷൂട്ടുകളൊക്കെ വന്നതിൽ ആദ്യം വന്ന ഷൂട്ടൊക്കെ എന്തായിട്ട് ഇതുപോലെ ആയിട്ടുണ്ടാകും. കണ്ട ഇങ്ങനെ തണ്ടുകളൊക്കെ നല്ലപോലെ വീർത്ത് എന്താ പറയുക, ഇങ്ങനെ ഉരുണ്ടിരിക്കുന്നുണ്ടാകും. അപ്പോൾ ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ പ്ലാന്റ്സ് മെച്ചൂർഡായി, ഇനി ഇവർക്ക് ഫ്ലവറിങ്ങിനുള്ള വളങ്ങൾ കൊടുത്തു തുടങ്ങാമെന്ന്. അപ്പോൾ ഫ്ലവറിങ്ങിന് പ്ലാന്റ്സിന് ആവശ്യം ഫോസ്ഫറസും പൊട്ടാഷുമാണ്. അപ്പോൾ നമ്മളൊരു 13, 27, 27 എന്ന് കണ്ടൻറ്റുള്ള വളം ആണ് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതിൽ 13% നൈട്രജനും 27% ഫോസ്ഫറസും 27 പൊട്ടാഷുമാണ് അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ വളങ്ങൾ കൂടി നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ മുന്നേ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞ എല്ലാ വളങ്ങൾ കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ വളവും അതിൽ ചേർത്ത് 4 ദിവസം കൂടുമ്പോൾ നമുക്ക് കൊടുക്കാം. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 30, 10, 10 4 ദിവസം കൂടുമ്പോൾ കൊടുക്കാം. പിന്നെ 19, 19, 19 സീവീഡ് ചേർത്തിട്ട് 4 ദിവസം കൊടുക്കാം. പിന്നെ എപ്സം സോൾട്ട് 15 ദിവസം കൂടുമ്പോൾ, കാൽസ്യം നൈട്രേറ്റ് മാസത്തിൽ 1 തവണ. പിന്നെ നമ്മൾ സൂഡോമോണസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ വളവും 4 ദിവസം കൂടും, അതായത് 13, 27, 27 എന്ന വളം നമ്മൾ 4 ദിവസം കൂടുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ എല്ലാ വളങ്ങളും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് റൂട്ടിലും പിന്നെ ലീഫുമലും തണ്ടുമലും എല്ലാത്തിമലും നല്ല പോലെ കിട്ടുന്ന നിലക്ക് നമ്മൾ ഫുള്ളായിട്ട് പ്ലാന്റ്സിന് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ. മീഡിയത്തിമലും ഒക്കെ കിട്ടുന്ന നിലക്ക് നമ്മൾ നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്പ്രേ ചെയ്ത് അളവ് കൃത്യമായി എടുക്കണമെന്ന് മാത്രം കേട്ടോ. നമ്മൾ 13, 27, 27ൻ്റെ അളവ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കേട്ടോ. 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എടുത്തിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. മറ്റുള്ളതിൻ്റെ അളവെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഇതിൽ പറയുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നുണ്ട് എല്ലാവർക്കും. പിന്നെ നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുത്ത് 1 മാസം കഴിയുമ്പോഴേക്കും 1-1.5 മാസം കഴിയുമ്പോഴേക്കും നമുക്ക് ആദ്യത്തെ സ്പൈക്ക് വന്നിരിക്കും. ആ സ്പൈക്ക് ചെറിയ സ്പൈക്കായിരിക്കും. ഫസ്റ്റത്തെ ഫ്ലവർ എന്തായാലും ചെറിയ സ്പൈക്കായിരിക്കും കേട്ടോ. 2 പൂവോ 3 പൂവോ ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ. പക്ഷേ അത് പിന്നീട് പ്ലാന്റ്സ് വലുതാവുന്നതിനനുസരിച്ച് നമ്മളുടെ ഫ്ലവറിങ്ങിൻ്റെ സ്പൈക്ക് നല്ല നീളമുള്ള 10, 12, 15 ഫ്ലവർ വരെ നമുക്ക് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കിട്ടാ. പിന്നെ ലൈറ്റ് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഡെൻഡ്രോബിയത്തിന്. ഏത് പ്ലാന്റ്സിനായും ഫലനോഫിസിനും ഡെൻഡ്രോബിയത്തിന് ലൈറ്റ് അവർക്ക് കറക്റ്റ് ആവണം. നമ്മൾക്ക് രാവിലെ വെളിച്ചം കിട്ടുന്ന, സൂര്യൻ ഉദിച്ച് വരുന്ന ആ ഭാഗത്ത് ആ കുറച്ച് സമയം കിട്ടുന്ന വെളിച്ചമുണ്ടല്ലോ, ഒരു 10 മണി വരെയുള്ള ആ വെളിച്ചം പ്ലാന്റ്സിന് കിട്ടുന്ന നിലക്ക് നമ്മൾ പ്ലാന്റ്സ് അറേഞ്ച് ചെയ്ത് വെക്കുക കേട്ടോ. അങ്ങനെ പരിചരണവും വളങ്ങളും ലൈറ്റും കൃത്യമായാൽ നമ്മളെ പ്ലാന്റ്സുകൾ നല്ല ഫ്ലവർ നമുക്ക് തന്നിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.